അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയരെ, വ്രതം കരുതലിൻ്റെ കരുത്തിനാവട്ടെ. ഒരു നായ സിംഹത്തിൻ്റെ സന്നിധിയിൽ ഒരപേക്ഷയുമായി വന്നു. മൃഗരാജാവേ, എൻ്റെ പേര് വളരെ നികൃഷ്ടമാണ്, അതൊന്ന് മാറ്റിത്തരണം. ഇതായിരുന്നു നായയുടെ ആവശ്യം. സിംഹം പറഞ്ഞു, നീ വൃത്തികെട്ടവനാണ്, നിനക്ക് യോജിച്ചത് ഈ പേര് തന്നെയാണ്. നായ തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ പരീക്ഷിച്ചു നോക്കൂ, ഞാൻ വൃത്തികെട്ടവനല്ലെന്ന് തിരിച്ചറിയാനാകും. നായയെ സിംഹം ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി. സിംഹം നായക്കൊരു മാംസകഷ്ണം നൽകി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ഇത് നാളെ വരെ സൂക്ഷിച്ചു വെക്കണം. നാളെ ഞാൻ നിന്റെ പേര് മാറ്റിത്തരാം. നായക്ക് വിശപ്പ് കഠിനമായി. അരികിലുള്ള മാംസകഷ്ണത്തിന് നേരെ അസഹ്യതയോടെ നായ നോക്കി നിന്നു. ഒടുവിൽ നിയന്ത്രണം വിട്ട് അത് അകത്താക്കി. അരുതെന്ന് പറഞ്ഞ് വിലക്കിയത് ആർത്തിയോടെ വിഴുങ്ങിയ നായ ആശ്വസിച്ചു. പേരിൽ എന്ത് കാര്യം, നായ എന്നത് നല്ല പേര് തന്നെയല്ലേ. പ്രസിദ്ധ പണ്ഡിതനും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ഇമാം ഇബ്നുൽ ജൗസി ഉദ്ധരിച്ചിട്ടുള്ള ഒരു കഥയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. വിശപ്പ് എന്ന വികാരം കഠിനമായപ്പോൾ വിലക്ക് ലംഘിച്ച നായയേക്കാൾ നിഷിദ്ധങ്ങളോട് മനുഷ്യൻ ആസക്തിയുള്ളവനായിത്തീരുന്നുവെന്ന് ഇബ്നുൽ ജൗസി സൂചിപ്പിക്കുന്നു. അരുതെന്ന് പറഞ്ഞതിനോട് അടുത്തു നോക്കാനുള്ള അഭിനിവേശമാണ് മനുഷ്യപിതാവായ ആദമിനും ഇണയായ ഹവ്വാ ബീവിക്കും സ്വർഗീയവാസം നഷ്ടപ്പെടുത്തിയത്. പാടില്ലെന്ന് പറഞ്ഞതിനെ പാടെ വർജിക്കാൻ കഴിയാത്ത മനുഷ്യൻ അതിൻ്റെ രസാനുഭൂതിയിൽ എല്ലാം വിസ്മരിക്കുന്നു. അരുതായ്മകളോട് അടുക്കാനുള്ള ഈ ആസക്തിക്ക് കടിഞ്ഞാണിടാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം അവൻ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ന്യായന്യായങ്ങളോ അതിരടയാളങ്ങളോ വകവെക്കാതെ എല്ലാം വെട്ടിപ്പിടിക്കുന്ന ആർത്തിയുടെ മൂർത്തരൂപങ്ങളായി നാം മാറരുത്. സുഖഭോഗങ്ങളെ നിയന്ത്രിക്കാനും അതിരടയാളങ്ങൾ പാലിച്ച് ജീവിക്കാനുമുള്ള പരിശീലനമാണ് വ്രതം വിശ്വാസിക്ക് നേടിക്കൊടുക്കുന്നത്. വ്രതം നമ്മിലെ ആർത്തിയെ ചികിത്സിക്കുകയും ഭോഗാസക്തിക്ക് കടിഞ്ഞാണിടുകയും ചെയ്യുന്നു. സ്രഷ്ടാവ് വിലക്കിയ കാര്യങ്ങളോട് ഒരു നിലക്കും വഴങ്ങുന്നില്ലെന്ന് തീർച്ചപ്പെടുത്താൻ നോമ്പുകാരന് കഴിയണം. ചീത്തയോട് ചങ്ങാത്തം കൂടാൻ അവരൊത്ത് വന്നാലും അതിനോട് അകലം പാലിക്കാനുള്ള അന്തർപ്രചോദനത്തിൻ്റെ പേരാണ് തഖ്വ. മുറിയുടെ വാതിലടച്ച് അനാശാസ്യത്തിന് നിർബന്ധിച്ച സുലൈഖയുടെ മുമ്പിൽ വഴങ്ങിക്കൊടുക്കാത്ത സുന്ദരനായ യൂസുഫ് അലൈഹിസ്സലാമയുടെ തഖ്വയുടെ കരുത്താണ് ആർജിച്ചത്. വികാരവിചാരങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി ചീത്തയോട് ചങ്ങാത്തം കൂടാതെ ജീവിക്കാനുള്ള കരുത്തിൻ്റെ വീണ്ടെടുപ്പിനായി വിശുദ്ധ റമളാനെ നമുക്ക് വരവേൽക്കാം.